വന്ദേ ഭാരതിൽ ആർഎസ്എസ് ഗണഗീതം ആലപിച്ച് വിദ്യാർത്ഥികളുടെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് സതേൺ റെയിൽവേ. സംഭവം വിവാദമായതോടെ റെയിൽവേ പോസ്റ്റ് പിൻവലിച്ചു. ഇന്ത്യൻ റെയിൽവേയിൽ ആർഎസ്എസ് നയങ്ങൾ നടപ്പിലാക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിൽ ദേശീയ ഗാനം ആലപിച്ചു. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന ചടങ്ങിനിടെയാണ് വിദ്യാർത്ഥികളെ കൊണ്ട് ആർഎസ്എസ് ഗണഗീതം പാടിച്ചത്. ദേശഭക്തി ഗാനമെന്ന കുറിപ്പോടെ ദക്ഷിണ റെയിൽവേ ഇതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. ഇതിനെതിരെ നിരവധി കോണുകളിൽ നിന്ന് വിമർശനമുയർന്നതോടെ ദൃശ്യങ്ങൾ പിൻവലിക്കുകയായിരുന്നു. സംഭവത്തിൽ ഇന്ത്യൻ റെയിൽവേ കൃത്യമായ വിശദീകരണം നൽകിയിട്ടില്ല. എന്നാൽ റെയിൽവേയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ അറിവോടെയാണ് ദൃശ്യം പോസ്റ്റ് ചെയ്തത് എന്നത് വ്യക്തം. റെയിൽവേയിൽ ആർഎസ്എസ് നയങ്ങൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് മുൻപും നിരവധി വിവാദങ്ങൾ ഉയർന്നിരുന്നു. സംഭവത്തിൽ ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. പൊതുസ്ഥാപനങ്ങൾ ആർഎസ്എസ് വൽക്കരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടിയുടെ തുടർച്ചയായാണ് ആർഎസ്എസിന്റെ ഗണഗീതം പൊതുപരിപാടികളിൽ ഉപയോഗിക്കുന്നതെന്ന് ഡിവൈഎഫ്ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി AR രഞ്ജിത്ത് പറഞ്ഞു. വന്ദേ ഭാരത് ട്രെയിൻ എന്ന് പറയുന്നത് ഇത് അല്ലെങ്കിൽ സതേൺ റെയിൽവേ എന്ന് പറയുന്നത് RSSന്റെ തറവാട്ട് സ്വത്തല്ല എന്നുള്ളത് ഈ നാട്ടിലെ എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ ഈ നാടിൻ്റെ പൊതുസ്വത്തിനെ RSSന്റെ ഭാഗമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഈ കൂട്ടർ ഇവിടെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇവർ മനസ്സിലാക്കേണ്ടത് അത്തരത്തിൽ അങ്ങനെ ഈ വിട്ടുതരാൻ വേണ്ടിയിട്ട് ഈ നാട് തയ്യാറല്ല. ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ദേശീയ ഗാനം ആലപിച്ചായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ, ദ്രാവിഡ, ഉത്കല, ബംഗ, വിന്ധ്യ, ഹിമാചല, യമുന, ഗംഗ, ഉജ്ജല ജലധി തരംഗ. കൈരളി ന്യൂസ്, കൊച്ചി.